ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു റെസിപ്പിയുമായാണ്. പപ്സ് ഉണ്ടാക്കുന്നത്. ബേക്കറികളിൽ കിട്ടുന്ന പപ്സ് നമ്മുടെ വീടുകളിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല കിടുക്കാച്ചി പപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു 1/2 കിലോ മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് വെള്ളം തെളിച്ച് നമ്മൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നല്ലൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് എണ്ണ നന്നായിട്ട് തൂവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നന്നായിട്ടെല്ലാം പരത്തി വയ്ക്കുക. പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മീതെ എണ്ണ തൂവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 1/2 കിലോ മാവെടുത്തതിൻ്റെ എല്ലാ ബോളുകളും ഇതുപോലെ പരത്തി വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഇതിൻ്റെ മീതെ ഓരോ സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ അങ്ങനെ പരത്തി കഴിഞ്ഞ് 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമ്മൾ അത് തന്നെ എടുത്തിട്ട് ചപ്പാത്തി പലക ഉപയോഗിച്ച് പരത്തുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, 1/2 മണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് എടുത്തതാണത്. എണ്ണ തേച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ പലക വെച്ച് അതിൻ്റെ ഇത് വെച്ച് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നോക്കൂ, ഇതുപോലെ നമ്മളെ എണ്ണ തൂവി വെച്ച എല്ലാ പപ്സിൻ്റെ മാവും ഇതുപോലെ പരത്തിയെടുക്കാം. കണ്ടില്ലേ, നമ്മൾ എത്ര മടക്കണോ നമുക്ക് ആവശ്യം അതുപോലെ മടക്കാക്കാം. കണ്ടില്ലേ, എല്ലാ ഭാഗവും അങ്ങനെ മടക്കിയതിന് ശേഷം എത്ര മടക്കാണോ ആവശ്യം അതുപോലെ മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ഒന്നും കൂടി പരത്തിയെടുക്കാം. ഇപ്പം 4 മടക്കോളം ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പരത്തിയെടുക്കണം. ഇതിന് മീതെയാണ് നമ്മൾ മസാലക്കൂട്ടുകൾ വെച്ച് ഇതിനെ കവർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പരത്തി വെച്ചതിന് ശേഷം നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാം. ഒന്നും കൂടി പരത്തി വയ്ക്കാം. പരത്തി വെച്ചതിന് ശേഷം മസാലക്കൂട്ട് ഇതിന് ആവശ്യമുള്ളത് പപ്സ് ഉണ്ടാക്കുന്നത് മുട്ട പപ്സാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനേക്കുള്ള കൂട്ട് നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് എണ്ണയാണ് ആവശ്യം അത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 3 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. മസാലക്കൂട്ടിനുള്ളതാണ്. മുട്ട പപ്സാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അതായത് മസാലക്കൂട്ട്. ഇനി ഇതിലേക്ക് 3 സവാള അരിഞ്ഞ് നമ്മൾ എണ്ണ ചൂടായി വന്ന് സവാള ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് അധികം ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇനി മറ്റു പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു 10ഓളം അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയുമാണ് പേസ്റ്റാക്കിയിരിക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ അതുപോലെ തന്നെ ഗരം മസാലയും 1/2 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇതാണ് നമ്മളിപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് റെഡിയാകുന്നുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി മതി, കൂടുതൽ തക്കാളി ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്, മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മസാല എടുത്ത് നമ്മൾ പപ്സിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മാവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തി വെച്ച മാവിലേക്ക് ഇത് മസാലക്കൂട്ട് വെച്ച് കൊടുത്തു. അതിന് മീതെ ഒരു കഷ്ണം, അതായത് ഒരു പീസ് മുട്ട കൂടെ വെച്ച് കൊടുത്ത് 4 കോണും നമ്മൾ മടക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മടക്കി യോജിപ്പിക്കുന്നതിന് മുൻപ് അതിൻ്റെ സൈഡെല്ലാം നമ്മൾക്ക് എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ കോണ് അങ്ങനെ 4 കോണും മടക്കി കൊടുക്കാം. ഫുൾ മുട്ട വേണ്ടവർക്ക് ഒരു മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുത്താലും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിലേക്കും ഈ മസാല കൂട്ട് വെച്ച് അതിന് മീതെ മുട്ട വെച്ച് ഈ 4 കോണും ഇതുപോലെ മടക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വിസിലും അതിൽ ആ റബ്ബറും ഊരി വെക്കണം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ കുക്കറിന് ഉപയോഗിക്കരുത്. വിസിലെല്ലാം ഊരി വെച്ചതിന് ശേഷം കുക്കറിന് അകത്തേക്ക് പാകമുള്ള ഒരു പാത്രം ആദ്യം കമത്തി വയ്ക്കുക. കമത്തി വയ്ക്കുമ്പോൾ നിറയെ ഉപ്പിട്ട് കൊടുക്കണം. വെറും ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് ആ പാത്രം കമത്തി വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ഈ പ്ലേറ്റ് പപ്സ് വെക്കുന്നത്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ആദ്യം നെയ്യൊന്ന് തേച്ച് കൊടുത്തു, അതിൻ്റെ മീതെ പപ്സ് വെച്ചു. ഇനി നമ്മൾ മുട്ട പൊട്ടിച്ച് അതിൻ്റെ മീതെ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. മുട്ട അതിൻ്റെ കലക്കി അതിൻ്റെ മഞ്ഞക്കരും വെള്ളക്കരും കൂടി മിക്സ് ചെയ്തത് അതും കൂടി ഇതിന് മീതെ തേച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതാ കുക്കറിനുള്ളിൽ ഉപ്പ്, അതിന് മീതെ ഒരു പാത്രം, അതിൻ്റെ മീതെ പാത്രം വെച്ച് അതിന് മീതെ നെയ്യെല്ലാം തേച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ പപ്സ് വെച്ചിട്ടുള്ളത്. അടുപ്പിൽ വെച്ച് ഒരു 40 മിനിറ്റോളം നമ്മൾ അടുപ്പിൽ ചെറിയ രീതിയിൽ കത്തിച്ചാൽ മതി. അങ്ങനെ നമ്മളത് പപ്സ് റെഡി ആയിട്ടുണ്ടോ നോക്കൂ. ഇതുപോലെ എല്ലാം നിങ്ങളത് ഇതുപോലെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കാം, വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. അതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. മുട്ട പപ്സ് സൂപ്പറായിട്ട് നോക്കൂ. നമുക്ക്